ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു മാങ്ങഞ്ചീൻ്റെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനിടെ ഞാൻ മാങ്ങഞ്ചീൻ്റെ അച്ചാർ ഉണ്ടാക്കിയത് കാണിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. പറമ്പിൽ നിന്ന് കുറച്ച് കൂടുതൽ മാങ്ങഞ്ചി കിട്ടിയിരുന്നു. ഇതാണ് മാങ്ങഞ്ചി, ഞാൻ അന്ന് കാണിച്ചതാണ് മാങ്ങഞ്ചി. പിന്നെ ഇതിനാവശ്യമുള്ളത് മാങ്ങഞ്ചി ഞാൻ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ 2-3 ചെറിയ വെളുത്തുള്ളീൻ്റെ അല്ലി എടുത്തിട്ടുണ്ട്, ഇതാ 2 പിന്നെ കുറച്ച് ചുവന്നുള്ളി വേണം, കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ്. തേങ്ങ നിങ്ങൾക്ക് എത്രയും ആവശ്യമുള്ളത്, ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ മാങ്ങഞ്ചി നമ്മളെ പണ്ട് കാലത്തൊക്കെ ഇഷ്ടം പോലെ വീട്ടിൽ മാങ്ങഞ്ചി ചമ്മന്തിയും മാങ്ങഞ്ചി അച്ചാറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതൊന്നും അധികം കാണാനില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങഞ്ചിയുടെ ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് മാങ്ങഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പുളി ചേർത്ത് കൊടുക്കാം. പുളി കുരുവൊക്കെ കളഞ്ഞ് ഉള്ള പുളിയാണിത്. ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുത്താൽ വേഗം അരഞ്ഞ് കിട്ടും. കാരണം ചമ്മന്തിക്ക് അധികം അരയേണ്ടാത്തത് കൊണ്ട് ഇതൊന്ന് ചെറുതാക്കി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും മുളകും കൂടി ചേർക്കാം. ചുവന്ന മുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരാം. ഇതാണ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഒന്നാന്തരം മാങ്ങാ ചമ്മന്തി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മാങ്ങാഞ്ചിയൊക്കെ കിട്ടുകയാണെങ്കിൽ. ഇതിന് ഇവിടെ മാങ്ങാഞ്ചി എന്ന് തന്നെയാണ് പറയുന്നത്, വേറെ എവിടെയെങ്കിലും എന്താ പറയുന്നതെന്നറിയില്ല. നമ്മൾ ഇഞ്ചി പോലെ തന്നെയുള്ളതാണ് കാണുമ്പോൾ, കണ്ടോ. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ മാങ്ങാ ചമ്മന്തി മാങ്ങ ഇഞ്ചി ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ.